അങ്ങനെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇതാ പൂക്കളൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിടാനുള്ള പൂക്കൾ ഞാൻ തലേ ദിവസം തന്നെ പോയി മേടിച്ചിട്ട് വരുവേ. കാരണം ഇതുപോലെ ഒരുക്കാൻ ഈസിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒന്നാം ഓണമാണേ. അപ്പോൾ നാളെയാണ് നമ്മുടെ ശരിക്കിനുള്ള ഓണം. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങളിതാ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല ഒരു അടിപൊളി അത് ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ നിൽക്കാനായിട്ട് ഒരു സെറ്റും കൊണ്ട് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം ഈ ഡോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ എന്താ ഓണത്തപ്പനെ വാങ്ങിക്കാൻ കയറിയതാണ്. അപ്പോൾ കുട്ടി ഓരലും കുട്ടി അമ്മയും പിന്നെ മുത്തപ്പനും മുത്തിയമ്മയും ഒക്കെ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഒരു ഓണത്തപ്പനെയും വാങ്ങിച്ചിട്ടുണ്ട്. നേരെ നാളത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും വാങ്ങിച്ച് നേരെ ഞാൻ എന്താ നമ്മുടെ പച്ചക്കറി വിഭവങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ സാമ്പാറും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കൽ വീട്ടിൽ പതിവാണ് കേട്ടോ. അതാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഓണം ആഘോഷിക്കാൻ കുറച്ച് കൂടുതൽ സമയം കിട്ടുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതാ ആദ്യം തന്നെ സാമ്പാറിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത്, ദൈവമേ കുമ്പളങ്ങ നമ്മൾ മുറിച്ചെടുത്തില്ലല്ലോ എന്ന്. വീട്ടിലിങ്ങനെ കിടക്കുന്നത് കൊണ്ട് കുമ്പളങ്ങ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച, പക്ഷെ മറന്നുപോയി. പക്ഷെ രാത്രിയായാലും കുഴപ്പമില്ല, അങ്ങ് മുറിച്ചെടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ദാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങ എൻ്റെ വീടിൻ്റെ വക എനിക്കൊരു ഓണസമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് സദ്യയുടെ ഏതെങ്കിലും ഒരു ഐറ്റം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ മനസ്സ് പോലെ തന്നെ. അപ്പോൾ അതിനുള്ളിൽ രീരിക്കുട്ടൻ്റെ തോരണം വർക്കൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അത് സാമ്പാറൊക്കെ റെഡിയായി. കുമ്പളങ്ങി വെച്ചിട്ടാണ് നമ്മൾ ഓലൻ ഉണ്ടാക്കിയിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അത്തക്കളൊക്കെ ഇട്ട് കേട്ടോ. സൈഡിൽ മുത്തിയമ്മയും മുത്തശ്ശനും പിന്നെ മറ്റേ ഓരലും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മാവേലിക്ക് വരാനുള്ളൊരു വഴിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നേ. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് പപ്പായ പായസമായിരുന്നു കേട്ടോ. അമ്മയുടെ ചോയ്സ് ആയിരുന്നേ. പപ്പായ അതുപോലെ വെള്ളം തൊടാണ്ട് അരച്ചെടുത്ത് നെയ്യിൽ വരട്ടി, അതുപോലെ തന്നെ ശർക്കരയിൽ വരട്ടി, പിന്നെ തേങ്ങാപ്പാലിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ നെയ്യിൽ തേങ്ങാക്കൊത്തും കശുണ്ടിയും വറുത്ത് ഇട്ട് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് ചേർത്ത് ഒരു അടിപൊളി പായസമായിരുന്നു. പിന്നെ നമ്മുടെ അപ്പം തന്നെ ഫാമിൽ നിന്ന് കുക്കുംബറും പീച്ചിങ്ങയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ നടയിൽ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം സദ്യ വിളമ്പൽ ഓണത്തിന്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ദിവസം കഷ്ടപ്പെടുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതെല്ലാം ഏകദേശം ഒരു 16-17 ഐറ്റത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ എല്ലാതും അമ്മയും ഞാനും കൂടെ തന്നെയാട്ടോ ചെയ്തത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സമാധാനത്തോടെ വീട്ടിലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. അതും ഇലയിൽ ഇങ്ങനെ നിറയെ വിഭവങ്ങൾ വെച്ചൊരു സദ്യ. അതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഹൈലൈറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ?